Good afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ആ ഹെഡിങ് അല്ലേ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ഫിനിഷ് ആയില്ലേ? ഇനി എടുക്കേണ്ടത് വൈ ആർ അഡ്മിനിസ്ട്രേറ്റർ ചൂസിങ് ടു ഔട്ട്സോഴ്സിംഗ് അല്ലേ? ഔട്ട്സോഴ്സ്. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയാണല്ലേ? എല്ലായിടത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. നെറ്റിന്റെ പ്രശ്നമൊക്കെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? മഴയായതുകൊണ്ടാട്ടോ ചോദിച്ചേ. ക്ലിയർ ആണല്ലോ അല്ലെ? ഷെയർ ചെയ്തേക്കുന്നതൊക്കെ കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് നോക്കുന്നത് വൈ ആർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസിങ് ടു ഔട്ട്സോഴ്സ്. അപ്പൊ ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഹോസ്പിറ്റലിലെ ഈ തുണിത്തരങ്ങളൊക്കെ നമ്മുടെ പുറമേ കൊടുത്താൽ ഈ കരാർ കൊടുത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സർവീസാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലല്ല ചെയ്യുന്നത്, അത് പുറമെ കരാറായിട്ട് ഇത്ര രൂപ റേറ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ കൊടുത്ത് ചെയ്യിക്കുന്നതാണ് ഔട്ട്സോഴ്സ്. അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം? Why are administrators choosing to outsource? Okay, having a laundry department involves a lot of labor. അല്ലേ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളിത് ലോണ്ടറി സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ അലക്കലും കഴുകലും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ലേബർ ആവും അല്ലേ? തൊഴിലാളികൾ കൂടുതൽ വരും, ഒത്തിരി സ്റ്റാഫുകൾ വേണ്ടേ? അതിനായിട്ട് കുറച്ച് സ്റ്റാഫുകളെ അലോട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ? അതിന് കുറച്ച് സ്റ്റാഫുകൾ വേണം, അവർക്കടെ പൈസ ലേബർ അല്ലെ? എന്താ പറയാ, അവർ കുറച്ച് സാമ്പത്തികമായിട്ടും പിന്നെ അതുപോലെ സ്റ്റാഫുകളും കൂടുതൽ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എന്ത് വേണം? അഡ്വാൻസ്ഡ് മെഷീൻസ് വേണ്ടേ? അലക്കാനൊക്കെ ആയിട്ട് വാഷിംഗ് മെഷീനും ഒക്കെ നമുക്കറിയാലോ. ഒരു വീട്ടിലെ തുണി തന്നെ ആവുമ്പോ എന്തോരം ഉണ്ട്? ഒരു ഹോസ്പിറ്റലിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? വാഷ് ചെയ്തെടുക്കാൻ പറ്റുമോ? അപ്പൊ ഒത്തിരി ധാരാളം മെഷീൻസ് വേണം അല്ലെ? അപ്പൊ കുറെ മെഷീനറീസ് വേണം, അതിന്റെ റേറ്റ് ഒക്കെ കൂടുതലാകും. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ട മെറ്റീരിയൽസ് വേണം, സാധനങ്ങൾ വേണം അല്ലെ? ഡിറ്റർജന്റ് ആയിട്ടും പിന്നെ അതുപോലെ ഡിസിൻഫെക്ടന്റ് ആയിട്ടും നമ്മള് കണ്ടീഷനിങ് ചെയ്യാൻ സ്റ്റിഫ് ആക്കാനുള്ള അത്, പിന്നെ അങ്ങനെ മെറ്റീരിയൽസ്, പിന്നെ വെള്ളം കൂടുതൽ വേണം, പവർ, അങ്ങനെയുള്ള എല്ലാനും അല്ലെ? അത് വേണം. ആദ്യത്തെ കോസ്റ്റ് പിന്നെയും പറയുന്നുണ്ട്, കോസ്റ്റും കൂടുതലാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം സ്റ്റാഫുകൾ വേണം, മിഷനറീസ് വേണ്ടി വരും, അതിന് വേണ്ട മെറ്റീരിയൽസ് വേണ്ടി വരും, അതിനുപരിയായിട്ട് പൈസയും കൂടുതലാകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് പുറമേ കൊടുക്കുന്നത്, ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾക്ക് എമൗണ്ട് കൂടുതൽ വരും. അപ്പൊ പുറമേ കുറച്ച് എമൗണ്ടിൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ആശ്രയിക്കാലോ. മെഡിക്കൽ ലിനൻ, ഇത് ലിനൻ എന്നാട്ടോ, LINES, ലിനൻ I ആണ് കേട്ടോ, LINENS, ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽ. നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഈ തുണിത്തരങ്ങളൊക്കെ എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പല മെറ്റീരിയൽസും ഒക്കെ അതിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഇഫ് ആക്ച്വൽ പ്രൊസീജിയർ ആർ ഇൻറ്റ് ഫോളോഡ്, അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു നടപടിക്രമം ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതായത് നമ്മൾ വെറുതെ ഒരു വാഷ് ചെയ്താലൊന്നും പോരാ അല്ലെ? അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ശരിയായിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സ്
ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വുഡ് ഹാവ് എ മേജർ ഇഫക്റ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സർവീസസ് പ്രൊവൈഡ് അല്ലെ? അതിന് എന്തിന്റെ എഫക്ട് വെക്കും? ഇറ്റ് വുഡ് ഹാവ് എ മേജർ ഇഫക്റ്റ് ഓൺ ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലെ? നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യൂലേ? നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊസീജിയർ ഒക്കെ നടത്തി ക്ലീൻ ചെയ്യാതെ നമ്മൾ അത് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ക്വാളിറ്റി, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അവർ നല്ല ക്വാളിറ്റി സർവീസ് ആണെന്ന് പറയുന്നത് അതിനെ എഫക്ട് ചെയ്യും. നമ്മൾ പറയൂലേ, അവിടെ ഒരു വൃത്തിയും മെനയൊന്നും ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്ലീനിങ് മര്യാദയ്ക്ക് ആവുന്നില്ല എന്ന് പറയും അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ അവര് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസ് ഒരു ഗുണനിലവാരമുള്ള ഒരു സേവനം അതിനെ എന്ത് ചെയ്യുന്നു? അഫക്ട് ചെയ്യും. അപ്പൊ ക്ലീനിങ് കാര്യങ്ങള്, അലക്കല് കഴുകല് അല്ലെങ്കിൽ ലോണ്ടറി നമ്മള് സർവീസ് പ്രോപ്പറായിട്ട് ആ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലെ അതിനെ അഫക്ട് ചെയ്യും. When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is also known as outsourcing. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിനകത്തെ ഫസ്റ്റ് ലൈനും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിനെ ആശ്രയിക്കുന്നേ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിനെ ആശ്രയിക്കുന്നതെന്നുള്ളത്, എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ. ഇതിൽ ലേബർ ആവും, മെഷീനറീസ് കൂടുതൽ വേണ്ടി വരും, മെറ്റീരിയൽസ് കൂടുതലാവും, കോസ്റ്റ് കൂടുതലാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുമ്പോഴും അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഔട്ട്സോഴ്സിനെ ആശ്രയിക്കും. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നടപടിക്രമം പാലിച്ചില്ലെങ്കിൽ അത് ക്വാളിറ്റി ഓഫ് സർവീസ്, അവർക്ക് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിന്റെ ക്വാളിറ്റിക്ക് അഫക്റ്റ് ചെയ്യും. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഇനി എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? when a professional medical laundry service of an external agency is to handle hospital linen. അപ്പൊ ഹോസ്പിറ്റലിൽ എന്താ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള ആ ലിനൻ ആര് കൈകാര്യം ചെയ്യുന്നു? ഒരു പുറമെയുള്ള ഒരു ഏജൻസി ഉണ്ടോ? ഏജൻസി കൊടുത്തിട്ട് അവരൊരു കരാറായിട്ട് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നല്ലൊരു ലെവൽ ഓഫ് കെയർ അല്ലെ, നല്ലൊരു ഗുഡ് ക്വാളിറ്റിയോട് കൂടി അവരത് എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അല്ലെ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അണ്ടർലൈൻ ചെയ്തോട്ടോ. ഔട്ട്സോഴ്സിംഗ് ചോദിക്കാറുണ്ട്. is known as dash. ആ സെന്റൻസ് തരും, is known as dash എന്ന് പറഞ്ഞ് ചോദിക്കും. അതെന്താണ് പറയുന്നത്? ഔട്ട്സോഴ്സിംഗ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. അപ്പൊ ഔട്ട്സോഴ്സിംഗ് നമ്മൾ കൊടുക്കുന്നു, കരാറായിട്ട് നമ്മൾ പുറമെ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഇത് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ വാഷ് ചെയ്യാനായിട്ട് കൊടുക്കും അല്ലെ? വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പൊ അത് എന്തിനെ? അപ്പൊ നമ്മൾ ഒരു ഔട്ട്സോഴ്സിംഗിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡ്സ് ഓൺ പ്രാക്ടിക്കബിലിറ്റി എന്ന് വെച്ചാൽ പ്രായോഗിക സയൻസ്, അതിന്റെ വലിപ്പം, ആൻഡ് എക്കണോമിക്സ്, എക്കണോമി ആക്കിക്കോട്ടോ. CONOMY, എക്കണോമി, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികം ഒക്കെ ഹോസ്പിറ്റലിന്റെ ഒരു നമ്മള് എന്താ പറയാ, പൈസ വേണമല്ലോ നമുക്ക് അവർക്കാണെങ്കിലും കൊടുത്ത് ചെയ്യാനായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ സാമ്പത്തികം, ഹോസ്പിറ്റലിന്റെ വലിപ്പം, പ്രായോഗികത എന്നിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഔട്ട്സോഴ്സിംഗ് ഡിപ്പെൻഡ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സയൻസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തു. While selecting a laundry service, administrator have to consider the following factors such as, ഇനി നമ്മളൊരു ലോണ്ടറി സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഔട്ട്സോഴ്സിംഗ് സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഫോളോ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? നമ്മളാണെങ്കിലും പുറമെ എന്തെങ്കിലും കൊടുത്ത് ചെയ്യുമ്പോൾ
അല്ലേ? ഇപ്പൊ നമ്മൾ അയൺ ചെയ്യാൻ കൊടുക്കണ കാര്യം പറഞ്ഞു. നമ്മൾ വെറുതെ അങ്ങോട്ട് കൊടുക്കുവാണോ നമ്മൾ ചെയ്യുന്നേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ അവിടെ ശ്രദ്ധിക്കുന്നേ? നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് തന്നെ, അല്ലെ? അങ്ങനെയാണെങ്കിലല്ലേ ഇപ്പൊ 2-3 ഇടങ്ങളിൽ ചെയ്യണ്ട്, അതിൽ ഏറ്റവും നല്ല രീതിയിൽ ആരാ ചെയ്തു തരുന്നേ? അവരെയാണ് നമ്മൾ ആശ്രയിക്കുള്ളൂ, അല്ലെ? അപ്പൊ എന്താ നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ലോണ്ടറി ഇത് പുറമെ നമ്മൾ അത് ഔട്ട്സോഴ്സിങ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് നോക്കുന്നത്? സർവീസ് ക്വാളിറ്റി, സർവീസ് അവർ നൽകുന്ന സർവീസ് അതിന്റെ ക്വാളിറ്റി നോക്കും, ഗുണമേന്മ നോക്കും, ഈ ഗുണനിലവാരം നോക്കും. അടുത്ത നോക്കിയ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, സർവീസിന്റെ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രശസ്തി. നമ്മള് ഫേമസ് ആണോ? ആ ഒരു ഏജൻസി ഫേമസ് ആണോ? അത് നോക്കൂലേ? ബ്രാൻഡഡ് ആണോ? നമ്മളൊരു സാധനങ്ങൾ തന്നെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കൂലേ അതിന്റെ ബ്രാൻഡഡ് ആണോ, ബ്രാൻഡഡ് ഐറ്റംസ് ആണോ, അല്ലെങ്കിൽ പേര് കേട്ട ഒരു സ്ഥാപനമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ളത് നമ്മൾ നോക്കും, അല്ലെ? റെപ്യൂട്ടേഷൻ, പ്രശസ്തി നോക്കും, ആ സർവീസിന്റെ പ്രശസ്തി. ദെൻ അടുത്ത് നോക്കിയേ പ്രൈസിങ്. 3ാമത്തെ പോയിന്റ് ആണ് പ്രൈസിങ്. അത്രേ ഉള്ളൂ കേട്ടോ. പ്രൈസിങ് എന്നുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതി. പ്രൈസിങ് 3ാമത്തെ പോയിന്റ്. അതിന്റെ വില നോക്കും, അല്ലേ? പൈസ നോക്കും. അല്ലാതെ ഇഷ്ടമുള്ളത് നമ്മൾ തോന്നിയ പോലെ കൊടുക്കൂല. നമ്മൾ നോക്കൂല എത്ര രൂപയ്ക്ക് അവർ ചെയ്തു തരും, അതൊരു തന്നെയല്ലേ, അല്ലെ? അവർ എത്ര രൂപയ്ക്ക് ചെയ്യും, ആ പ്രൈസ് നോക്കും. പ്രൈസിങ്. അടുത്തത് 4ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോ, എക്യുപ്മെന്റ്സ് യൂസ്ഡ്. അതൊരു 4ാമത്തെ പോയിന്റ്, ഒരു സ്റ്റാർ കൂടി അവിടെ ഇട്ടാലും മതി. 4 പോയിന്റ്. എക്യുപ്മെന്റ്സ് യൂസ്ഡ്, അവരുടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഉപയോഗിച്ച എക്യുപ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങള് ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, ലോണ്ടറി ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ പുറമെ ഒരു ഔട്ട്സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. കിട്ടിയോ 4 പോയിന്റ് ആയിട്ട്? സർവീസ് ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, പ്രൈസിങ്, എക്യുപ്മെന്റ്സ് യൂസ്ഡ്, ഉപയോഗിച്ച എക്യുപ്മെന്റ്സ്. ക്ലിയർ അല്ലേ? ടിക്കറ്റ് വെച്ചോട്ടോ. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. എന്തൊക്കെയാണ് ഈ ഔട്ട്സോഴ്സിംഗ് സർവീസിന്റെ അഡ്വാൻറ്റേജ്? എന്തൊക്കെയാണ് ഗുണങ്ങള്? എന്തൊക്കെയാണ് നോക്കിയേ? അഡ്വാൻറ്റേജ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ. എന്താ പറഞ്ഞേക്കുന്നേ? മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറെ പൈസ ആവുമെന്ന്, അല്ലെ? മിഷനറീസ് അത് ഇപ്പൊ ഒരു 5 വാഷിംഗ് മെഷീൻ വേണം, അല്ലെങ്കിൽ 10 വാഷിംഗ് മെഷീൻ വേണം, അതിന് വേണ്ട മിഷനറീസിന് വലിയാവൂലേ? വാഷിങ്ങിന് മാത്രമല്ല, ഡ്രൈയിങ്, അയണിങ് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ആണെങ്കിലും, അല്ലാതെ ഒരാളിന്ന് തേച്ചൊന്നും കൊടുക്കലൊന്നും നടക്കൂലല്ലോ, അല്ലേ? അപ്പൊ അതിൻ്റെതായ മിഷനറി സാധനങ്ങൾക്ക് ആ സ്റ്റാഫിന് കൊടുക്കാൻ ഒക്കെ ആയിട്ട് എന്താ പറയാ കുറെ കോസ്റ്റ് വരും. പക്ഷേ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, അല്ലേ? നമുക്ക് അത്രയും ഇതാവില്ല. നമ്മൾ പല കാര്യങ്ങളും റെന്റിന് നമ്മള് കൊടുക്കാറില്ലേ? ഇപ്പൊ തന്നെ വേണ്ട ഒരു എക്സാമ്പിൾ ആയിട്ട്, നമ്മളിപ്പോ ആരെങ്കിലും വീട്ടില് ഒരു ഫംഗ്ഷൻ വരുമ്പോ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യണ ഒരു വളരെ കുറവല്ലേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും പുറമെ അങ്ങോട്ട് ഏതെങ്കിലും ഫുഡ് നമ്മളെ ഫുള്ള് ഏൽപ്പിക്കുകയോ ചെയ്യുന്നേ, അല്ലേ? നമ്മള് ആളുകൾ കഷ്ടപ്പെടണം ചെയ്യണം. നമ്മളിപ്പോ തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യണം. പിന്നെ എന്താ വില, അല്ലെ? സാധനങ്ങളുടെ അതിന് വേണ്ട പല പച്ചക്കറി സാധനങ്ങളും ഇപ്പൊ ഒരു സദ്യക്ക് വേണ്ട അല്ലെങ്കിൽ ചിക്കൻ ഇതൊക്കെ മേടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്താ എല്ലാത്തിനും ഉള്ളതല്ലേ? അത് ചെയ്യാനുള്ള ചാർജ് കൂടുതൽ, അതിന് വേണ്ട ആളുകൾക്ക് വേറെ കാശ്. ഇങ്ങനെ വരുമ്പോ ചിലപ്പോ നമ്മൾ പുറത്ത് കൊടുക്കണേക്കാളും കൂടുതൽ പൈസയാവും, അല്ലേ? ഇല്ലേ? നമുക്ക് ചെയ്യുമ്പോ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ എല്ലാവരും എന്താ ചിലപ്പോ നമുക്ക് ഒരു ഇലക്ക് ഇത്ര രൂപ കാറ്ററിംഗ് കൊടുക്കുക. ശരി, അപ്പൊ കാറ്ററിംഗ് സർവീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇപ്പൊ കാറ്ററിംഗ് ഇത്. അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ഇലക്ക് ഇത്ര രൂപ എന്ന് വരുമ്പോ നമ്മൾ മേടിച്ച് ചെയ്യുമ്പോ ചിലപ്പോ അതിനേക്കാൾ കൂടുതലാകും, അല്ലേ? അപ്പൊ ചിലപ്പോ കുറച്ച് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ, അല്ലേ? നമുക്ക് പുറമെ ചിലപ്പോ കുറച്ച് പൈസക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഓർഡർ കൊടുക്കുമ്പോ റേറ്റ് കുറവിന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതും. നമുക്കിപ്പോ എന്താ പറയാ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ, നമുക്ക് പൈസ കുറവ് മതി. ഓക്കെ, അടുത്ത നോക്കിയാൽ ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. ഇൻക്രീസ് എഫിഷ്യൻസി അതായത് കാര്യക്ഷമത കൂടുന്നു. ആൻഡ് പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത എന്തിന്റെ? നമ്മുടെ ഓഫ് അവർ ഫെസിലിറ്റീസ്, ഫെസിലിറ്റികളുടെ സൗകര്യങ്ങളുടെ കാര്യക്ഷമത കൂടുന്നു, ഉൽപാദനക്ഷമത കൂടുന്നു. ക്ലിയർ ആയോ? ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്.
സൗകര്യങ്ങളുടെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. അടുത്ത് നോക്കിയേ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നൽകിയ ആ ഒരു പരിചരണത്തിന്റെ മെച്ചപ്പെട്ട നിലവാരം. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഓക്കെ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ക്ലിയർ ആയ അഡ്വാൻറ്റേജസ് അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. More cost-effective solution, efficiency, productivity of our facilities. അതിന്റെ നമ്മുടെ സൗകര്യങ്ങളുടെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ ഇംപ്രൂവ് ചെയ്യൂലേ, എന്തായാലും നമ്മൾ പുറമെ കൊടുത്ത് ചെയ്യുമ്പോൾ അവര് കുറഞ്ഞ ക്വാളിറ്റിക്ക് ചെയ്താൽ നമ്മൾ പിന്നെ കൊടുക്കും അവിടെ. അപ്പൊ അതുകൊണ്ട് എന്താ, ഒരു നല്ല ക്വാളിറ്റി കൂടൂലേ. നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് തന്നാലേ നമ്മൾ വീണ്ടും അവർക്ക് തന്നെ കൊടുക്കുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്തിട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ലിനനെ തുണികളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് ഹോസ്പിറ്റലിലെ ഉണ്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിലെ തുണി ഐറ്റംസിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിന്റെ ഫസ്റ്റ് നോക്കിയേ, വരുന്നത് ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ പർപ്പസ്, ജനറൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള തുണിത്തരങ്ങൾ. എക്സാമ്പിൾ നോക്കിയേ, കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. ഇതെല്ലാം ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നതാണ് കേട്ടോ. ജനറൽ പർപ്പസ് ലിനൻ, കർട്ടൻ, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. അടുത്ത് നോക്കിയേ, പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ലിനൻ എന്താണ്? അപ്പൊ പേഷ്യൻസിന്റെ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും അല്ലെ. പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺ, കോട്ട്സ് എക്സെട്ര. ഗൗണുകള്, കോട്ടുകള്, അങ്ങനെ പേഷ്യന്റിന്റെ ഡ്രസ്സൊക്കെയാണ് ഏത് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. ഇനി അടുത്ത് നോക്കിയ വാർഡ് ലിനൻ. വാർഡ് ലിനൻ ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ്. കണ്ടോ, അത് പേരിൽ നിന്ന് തന്നെ അറിയാം, വാർഡില് ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ. ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവേഴ്സ് എക്സെട്ര. അപ്പൊ വാർഡിലൊക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് വാർഡ് ലിനൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് നോക്കിയേ, OT, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ഒരു പ്രൊസീജിയർ റൂം ലിനൻ അല്ലെ. ലേബർ റൂമില് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററില് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് റൂം എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള അവിടെ നിന്ന് വരുന്ന എന്താ പറയാ തുണിത്തരങ്ങള്. അങ്ങനെ അത് അതിനകത്ത് എക്സാമ്പിൾ നോക്കിയേ, സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ട്. സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് തന്നെയാണ് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ക്ലോത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലോത്തിങ് ആണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണ് സ്ക്രബ് സ്യൂട്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഗൗൺ ക്യാപ്പ്, ഗൗണിന്റെ ക്യാപ്പുകൾ. ഇതെല്ലാം ഏതാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പ്രത്യേകം തൊപ്പിയൊക്കെ വെക്കൂലേ അവര് അല്ലേ, മാസ്ക്, തൊപ്പി, അതുപോലെ ഗൗണ് ഇതൊക്കെ വെക്കില്ലേ. അപ്പൊ അതായത് ആ ഒരു സെക്ഷനുകളിൽ നിന്ന്, ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ക്ലിയർ അല്ലേ? പിന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണത് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ പേഷ്യന്റ് ലിനനിൽ വരുന്നത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ജനറൽ പർപ്പസ് ലിനൻ? എന്നിട്ട് തരാം അവിടെ കർട്ടൻ, ഗൗൺ, കോട്ട് അങ്ങനെയൊക്കെ തരാം കേട്ടോ. അപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്നോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. അപ്പൊ 4 ടൈപ്പും പഠിച്ചു വെക്കണം. പിന്നെ അതിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നോട്ട് ചെയ്യണം. ടിക്കറ്റ് വെച്ചോ അത്? ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ജനറൽ പർപ്പസ്, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം. അപ്പൊ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളാന്ന് വിചാരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പ്രോപ്പർ ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയർ ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ആർ വെരി ഇമ്പോർട്ടന്റ് ടു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. കണ്ടോ, ഒരു നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ ലോണ്ടറി പ്രൊസീജിയർ നടത്തണം.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിന് ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ വെറുതെ ഒന്ന് തുണികൾ കഴുകി എടുക്കുന്നതും പ്രോപ്പർ ആയിട്ട് അതിന്റെ ഇത് സൈക്കിൾ നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ. സർക്കുലേഷൻ സൈക്കിൾ പഠിക്കാറുണ്ട്, ആ സ്റ്റെപ്പുകൾ. അപ്പൊ അവിടെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് ആ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്താ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ലോണ്ട്രി, പ്രോപ്പർ ഹെൽത്ത് കെയർ ലോണ്ട്രി പ്രൊസീജിയർ ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ ചില ഇതൊക്കെ നമുക്ക് ഡിസിൻഫെക്ഷൻ, ബ്ലീച്ച് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട തുണികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് എന്താ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റിംഗ് ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിന്, അതിനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനും എന്ത് വേണം എന്ന് പറഞ്ഞേക്കുന്നേ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലോണ്ട്രി പ്രൊസീജിയർ വേണം. നമുക്ക് തോന്നിയ രീതിയിൽ വെറുതെ ഒന്ന് കഴുകി കൊടുത്താൽ പോരാ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്തിനാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലോണ്ട്രി പ്രൊസീജിയർ വേണ്ടത്? എന്തിനാ? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും ഈ ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും തടയുന്നതിനും. രണ്ട് കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. It is very important to establish and carry out healthcare laundry guidelines to make sure that staff have a right protection and safety. ഇനി ഇതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അവരുടെ പ്രൊട്ടക്ഷൻ നോക്കണ്ടേ? ഈ തുണികളൊക്കെ ആണെങ്കിൽ മലിനമായിട്ടുള്ളതാണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫും എന്ത് വേണം? അവര് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സേഫ്റ്റി കാര്യങ്ങൾ ചെയ്യണ്ടേ? വെറുതെ കൈകൊണ്ടൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ലോണ്ട്രി ഗൈഡ് ലൈൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യാ സ്ഥാപിക്കുന്നുണ്ട്. അല്ലെ ഹോസ്പിറ്റലില് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെയധികം പ്രാധാന്യമുണ്ട്. It is very important to establish ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക, ആൻഡ് carry out നടപ്പിലാക്കുക. സ്ഥാപിക്കുന്നതിനും നടപ്പിലാക്കുകയും വേണം. നടപ്പിലാക്കുന്ന പ്രാധാന്യമുണ്ട്. എന്താ? ഹെൽത്ത് കെയർ ലോണ്ട്രി ഗൈഡ് ലൈൻസ്. അത് എന്തിനു വേണ്ടിയാ? ടു മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് റൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി. സ്റ്റാഫിന്റെ ശരിയായ പ്രൊട്ടക്ഷനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ലോണ്ട്രി ഗൈഡ് ലൈൻസ് സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കോമൺ പ്രാക്ടീസസ് ആർ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ആ ഒരു ഹെൽത്ത് കെയർ ലോണ്ട്രി ഗൈഡ് ലൈൻസ് അതിൽ എന്തൊക്കെയാ വരുന്നത് നോക്കിയേ. യൂസ് ഓഫ് PPE ധരിക്കണം വേണ്ടേ? PPE എന്താ പഠിച്ചിട്ടുണ്ടല്ലോ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അത് ഉപയോഗിക്കണം. അതാട്ടോ ആ ഗൈഡ് ലൈൻസിൽ വന്നതാട്ടോ. അവിടത്തെ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റാഫിന്റെ ശരിയായ പ്രൊട്ടക്ഷൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ലോണ്ട്രി ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തിയേക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഏതാ? യൂസ് ഓഫ് PPE ധരിക്കണം, ഉപയോഗിക്കണം. ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. സ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ കളക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കണം? ബാഗുകൾ ഉപയോഗിക്കണം. നമ്മൾ വെറുതെ കയ്യിലൊന്നും വാരിയെടുത്തൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പറഞ്ഞേക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ്. ബാഗ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. മലിനമായിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാനായിട്ട് ബാഗുകൾ ഉപയോഗിക്കണം. സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ട്രി സെപ്പറേറ്റ്ലി. കണ്ടോ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ഈ നമ്മുടെ തുണികൾ പല ഇതുണ്ടാകും. അപ്പൊ നമുക്ക് സ്റ്റെയിൻഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണികൾ വേറെ, ക്ലീൻ ആയിട്ടുള്ള തുണികൾ വേറെ അല്ലെ. അത് അലക്കാനായിട്ടാണെങ്കിലും സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്തിടും. നമ്മളും അങ്ങനെയല്ലേ? അലക്കാനൊക്കെ എടുക്കുമ്പോ വാഷിംഗ് മെഷീനിലേക്ക് എല്ലാ തുണിയും കൂടി ഒരുമിച്ചാണ് ഇടുന്നത് നമ്മള്. ആണോ? അതിനെ സെപ്പറേറ്റ് ചെയ്യുക ആദ്യം തന്നെ അല്ലേ? അതിനകത്ത് വൈറ്റ് വേറെ, അല്ലെങ്കിൽ എന്താ പറയാ നൈറ്റിക്ക് ഇടുന്നത് വേറെ, നമ്മളെല്ലാം ഡെയിലി ഇടുന്നത് കുറച്ചും കൂടി മുഷിയും അല്ലെ. പിന്നെ അല്ലാതെ നമ്മൾ ഇടയ്ക്ക് ഇടുന്നത് കുട്ടികളുടെ വേറെ, അങ്ങനെ നമ്മൾ ഓരോന്നും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് അഴുക്കുള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് തരംതിരിക്കുക ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലോണ്ട്രി, നമ്മൾ അലക്കാനായിട്ട് മലിനമായതും ക്ലീൻ ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം? അത്
എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് രണ്ടും മിക്സ് ആവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അത് സെപ്പറേറ്റ് ചെയ്യണം. അടുത്ത നോക്കിയ പെർഫോം ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ നിർവഹിക്കണം. പെർഫോം ഹാൻഡ് ഹൈജീൻ, കൈയുടെ സുരക്ഷിതത്വം നോക്കണ്ടേ, അപ്പൊ അത് ഗ്ലൗസ് ഒക്കെ ധരിക്കണം. പിന്നെ അടുത്തത് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം, ഹാൻഡ് ഹൈജീൻ നോക്കണം. ഹാൻഡ് ഹൈജീൻ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, സാനിറ്റൈസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, പ്രൊവൈഡ് നൽകണം, എന്ത് ട്രെയിനിങ് നൽകണം, എന്തിനാ, ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളില്ലേ, ആ സ്റ്റാഫുകൾക്ക് ലോണ്ടറി കൈകാര്യം ചെയ്യാൻ, അലക്കല് അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അപ്പൊ എങ്ങനെയൊക്കെ വേർതിരിക്കണം, അല്ലെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, അതിന് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ പറയാ, അവർക്ക് സ്പെഷ്യലി ട്രെയിൻഡ് ആകുമ്പോൾ അവര് വേറെ ഇൻഫെക്ഷൻ ഒന്നും അവർക്ക് വരാത്ത രീതിയിലും കുറച്ചും കൂടി കെയർ കിട്ടും അല്ലെ, കുറച്ചും കൂടി ട്രെയിനിങ് കൊടുക്കുമ്പോൾ. അപ്പൊ ഇതും ഇതിന്റെ ഭാഗമാണ്, ആ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ സേഫ്റ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ലോണ്ടറി ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തിയേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കോമൺ പ്രാക്ടീസസ്, PPE ധരിക്കണം, സ്റ്റെയിൻഡ് ലിനൻ കളക്ട് ചെയ്യാൻ ബാഗുകൾ ഉപയോഗിക്കണം, സ്റ്റെയിൻഡ് ലിനൻ ക്ലീൻ ലോണ്ടറി ഇത് സെപ്പറേറ്റ് ചെയ്യണം, ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം, പിന്നെ ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പ്രത്യേകം ട്രെയിനിങ്ങുകളും നൽകണം. ക്ലിയർ ആയോ നോക്കിയേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഇനി എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ്, നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നേ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെയാ തുണി അലക്കുന്നേ, തുണിയൊക്കെ എങ്ങനെയാ നിങ്ങൾ അലക്കുന്നേ, എങ്ങനെയൊക്കെയാണ് ഇത് ഇപ്പൊ മിഷേനിലായിടുന്നതെന്ന് വിചാരിച്ച നിങ്ങൾ എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെ, അല്ലെങ്കിൽ എന്താണ് ആ പ്രോസസ്സിങ് ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യും, ആദ്യം എന്താ ചെയ്യാ നമ്മള്, ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്നേക്കായി മുന്നേ വേറൊരു കാര്യം ചെയ്യുമല്ലോ, അത് നോക്കി പറയണ്ട, അത് താഴെ കിടക്കണം അവിടെ കിടക്കട്ടെ. നിങ്ങൾ എന്താ ചെയ്യാ, നിങ്ങളെല്ലാം വീട്ടമ്മമാരാണ് അല്ലേ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഓക്കെ വെരി ഗുഡ്. ആദ്യം നമ്മൾ കളക്ട് ചെയ്യും അല്ലേ, എല്ലായിടത്തു നിന്ന് കളക്ട് ചെയ്യും, ഓരോ റൂമിൽ നിന്നും നമ്മളെ മുഷിഞ്ഞ തുണികളൊക്കെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, കളക്ട് ചെയ്യുന്നേ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മള് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അടക്കുന്നു, ഓരോന്ന് നമ്മൾ തിരിച്ച് നമ്മൾ അതിനെ അടക്കുന്നു. നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് നോക്കാം കേട്ടോ, അതിന്റെ ഒപ്പം നമ്മൾക്കും പറഞ്ഞു നോക്കാം നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഇതുപോലെയൊക്കെയാണോ നോക്കാം. സോർട്ടിങ്, അതിനകത്ത് പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സോർട്ടിങ് ആണ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ അടക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. സോർട്ട് ചെയ്യുക, എല്ലാരും അടക്കി വെക്കുക. Okay, used linen should be collected from each department and separated. അതെന്താ പറഞ്ഞേക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും കളക്ട് ചെയ്യുന്ന ലിനൻ എന്ത് ചെയ്യുന്നു, അത് കളക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സോർട്ട് ചെയ്യും. അതാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഉപയോഗിച്ച ലിനൻ, അത് നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഉപയോഗിച്ചിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനൻ, സോയിലായിട്ടുള്ള ലിനൻ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യും. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ ലിനൻ കളക്ട് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. ലിനൻ ചേഞ്ച് വിത്ത് ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. കണ്ടോ, എന്താ ഇനി ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രത്യേകം മാറ്റിവെക്കും. അത് പ്രത്യേകം കെപ്റ്റ് സെപ്പറേറ്റ്ലി, സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അത് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ബാക്കി മുഷിഞ്ഞ തുണികളുടെ കൂട്ടത്തിൽ ബ്ലഡിന്റെ അംശമൊക്കെ ഉണ്ട്, എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും, സോർട്ട് ചെയ്യില്ലേ നമ്മള്. സോർട്ട് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. നമ്മൾ ചെയ്യാറില്ലേ, വല്ല കറിയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഡീപ്പായിട്ട് കഴുകേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മാറ്റി വെക്കും അല്ലെ. അത് ഒന്നുകൂടി സെപ്പറേറ്റ് ചെയ്ത് കഴുകിയതിന് ശേഷമാണ് ഇതിന്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുള്ളൂ. ചെയ്യാറില്ലേ, കറയുള്ള തുണികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് മാറ്റി വെക്കൂലേ. ഓക്കെ,
അത് തന്നെ. അപ്പൊ എന്ത് ചെയ്യുന്നു? സോർട്ടിങ്, കളക്ട് ചെയ്യുന്നു, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്നു, അതിനെ സോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ സോർട്ട് ചെയ്യുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വേറെ മാറ്റി സൂക്ഷിക്കുന്നു, കെപ്റ്റ് സെപ്പറേറ്റ്ലി. ഇനി അടുത്തത് എന്താ? സ്ലൂസിങ്. സ്ലൂസിങ് എന്ന് വെച്ചാൽ അത് കഴുകുക എന്നുള്ള മീനിങ് ആട്ടോ. കഴുകുക, അരിക്കുക, അരിക്കാന്ന് വേണ്ട, കഴുകുക. സ്ലൂസിങ്, SLUICL CING. ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അണുനശീകരണം നടത്തുക. അതായത് വല്ല ബ്ലീച്ചിലൊക്കെ ഇട്ട് വെക്കൂലേ നമ്മള്, വല്ല കറയോ കരിമ്പനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ബ്ലീച്ചിൽ കുറച്ചു നേരം മുക്കിയൊക്കെ വെക്കൂലേ, അതാണ് ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫെക്റ്റഡ് ഓർ ചേഞ്ച്ഡ് ലിനൻ ആഫ്റ്റർ സോക്കിംഗ് ഇൻ എത്രയാ നോക്കിയ 0.5% ഓഫ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഫോർ 30 മിനിറ്റ്സ്. കണ്ടോ, 30 മിനിറ്റ് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു? അതിനെ സോക്ക് ചെയ്ത് വെക്കും, അത് മുക്കി വെക്കുക. അത് എത്ര മിനിറ്റ് ആണ്? 30 മിനിറ്റ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഫോർ 30 മിനിറ്റ്, 30 മിനിറ്റ് അത് മുക്കി വെക്കും. ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്. ഇനി എന്ത് ചെയ്യുന്നു? എന്നിട്ട് മുക്കി വെച്ചിട്ട് എടുത്തിട്ട് നേരെ ഇടയല്ല ചെയ്യുന്നേ, എന്ത് ചെയ്യുന്നു? അതൊന്ന് വാഷ് ചെയ്യും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് അല്ലെ? അതൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്യും. അതായത് ബിഫോർ വാഷിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ്. അപ്പൊ ആ സോക്ക് ചെയ്തേക്കുന്നത് നേരെ മെഷീനിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്, അത് എടുത്തിട്ട് ഡിറ്റർജന്റും വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് അത് വാഷ് ചെയ്യും, എന്നിട്ടാണ് ഇത് മെഷീനിലേക്ക് ഇടുന്നത് കേട്ടോ. ബിഫോർ വാഷിംഗ് എന്ന് പറഞ്ഞ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്യും. The soiled linen should be bundled and an entry should be made. ഈ സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള അതൊക്കെ വീണ്ടും വീണ്ടും പോയിന്റ്സ് പറയണ്ട കേട്ടോ. അതിനെ ബണ്ടിൽഡ്, ഒരു കെട്ടുകളാക്കി വെക്കും. Then the infected linen should be accounted for and handed over separately. The infected linen should be accounted. Infection ഉള്ള, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇൻഫെക്ഷൻ ഇല്ലേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ കണ്ടാജിനസ് ആയിട്ടുള്ള ഡിസീസുകള്, അങ്ങനെയുള്ള ആ ഇൻഫെക്റ്റഡ് ലിനൻ അതിനെ പ്രത്യേകം അതിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. മറ്റുള്ളതിന്റെ കൂട്ടത്തിൽ ഇടാൻ പാടില്ല, അതിനെ എന്ത് ചെയ്യണം? പ്രത്യേകം കളക്ട് ചെയ്ത് അത് ഹാൻഡ് ഓവർ ചെയ്യണം. ഹാൻഡഡ് ഓവർ സെപ്പറേറ്റ്ലി. At this stage, the linen should also be inspected for tears and damage. അപ്പൊ ആ ഒരു സ്റ്റേജില് നമ്മൾ ഒന്നുകൂടി ആ തുണികളെ ഇൻസ്പെക്ട് ചെയ്യും. ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കും. ഫോർ ടീയേഴ്സ്. ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കീറിയതോ, എന്തെങ്കിലും കീറിയതൊക്കെ ഉണ്ടോ, കീറുക. ആൻഡ് ഡാമേജ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ വല്ല കോട്ടോ ഇതൊക്കെയാണെങ്കിലും അത് ബെഡ്ഷീറ്റോ പില്ലോ അതൊക്കെ എന്തെങ്കിലും കീറിയതൊക്കെ ഉണ്ടോ, അതിനെ അവര് പ്രത്യേകം പരിശോധിക്കും, അത് പ്രത്യേകം നോക്കും. എന്ന് പറഞ്ഞാൽ കീറുക എന്നാട്ടോ, കീറുക. ആൻഡ് ഡാമേജ്, എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കും. അടുത്ത നോക്കിയ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതാ വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്. ആ 4 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അതിന്റെ ആ ഓർഡർ ചോദിക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വാഷിംഗ്, വാഷ് ചെയ്യുന്നു. എക്സ്ട്രാക്റ്റിംഗ് എന്ന് വെച്ചാൽ വേർതിരിക്കുക, വേർതിരിക്കുന്നു. വാഷ് ചെയ്തിട്ട് ഓരോന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നു, വേർതിരിക്കുന്നു. കണ്ടീഷനിങ്, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുക്കാറില്ലേ സ്റ്റിഫായിട്ടിരിക്കാൻ? നിങ്ങൾ എന്താ മുക്കുന്നത്? ഡ്രസ്സൊക്കെ, ഡ്രസ്സിൽ എന്താ മുക്കുന്നേ നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ? കംഫർട്ട്. ഓക്കെ, കംഫർട്ട് മുക്കും. പിന്നെ കഞ്ഞിവെള്ളം മുക്കാറുണ്ടോ? എല്ലാരും കംഫർട്ട് മേടിച്ചാണ് മുക്കുന്നേ.
എന്നല്ലേ പണ്ടൊക്കെ അങ്ങനെയായിരുന്നേ. ഇപ്പൊ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാ ദിവസവും കംഫർട്ട് മേടിക്കാൻ സ്റ്റിഫ് ആൻഡ് ഷൈൻ. ഓക്കെ, സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കും, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം മുക്കും, കംഫർട്ട് മുക്കും അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ അത് എല്ലാ തുണിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അവിടെ എക്സ്ട്രാക്റ്റിംഗ് മുന്നേ പറഞ്ഞത്. അതിനെ വേർതിരിച്ചിട്ട് ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് ഇരിക്കേണ്ട ഐറ്റംസ് അതിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സൊല്യൂഷനിൽ മുക്കുന്നു. അതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു, അയണിങ്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അയൺ ചെയ്യുന്നു. ആ 3 ആ 4 ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അതിന്റെ ഓർഡർ തെറ്റിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ. സെലക്ട് കറക്റ്റ് ഓർഡറിനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കത് ഓർഡർ കറക്റ്റ് ചെയ്യാന്നുള്ളതോ അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് വണ്ണോ എന്തെങ്കിലും ചോദിക്കാം. വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്. എക്സ്ട്രാക്റ്റിംഗ് എന്ന് വെച്ചാൽ വേർതിരിക്കുക. വാഷ് ചെയ്തതിന് ശേഷം തുണികളെ വേർതിരിക്കും. എന്നിട്ട് അതിനെ സ്റ്റിഫൊക്കെ ആക്കാൻ വേണ്ടി അങ്ങനെയുള്ള തുണി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടീഷനിങ്, അതായത് ആ ഒരു സൊല്യൂഷനിൽ മുക്കിവെക്കും. കംഫർട്ടാ, സ്റ്റിഫ് ആൻഡ് ഷൈനാ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ അത് സ്റ്റിഫ് ആയിരിക്കാൻ അതാണ് മുക്കി വെക്കുന്നതാണ് കണ്ടീഷനിങ്. എന്നിട്ട് അതിനെ അയൺ ചെയ്യും. ക്ലിയർ ആയോ? അത് അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അതാണ്. The linen should be, the linen should be washed, taken out the conditioner and ironed by the laundry staff. Okay, the linen should be washed, taken out, conditioned and then ironed by the laundry staff. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ആ പ്രോപ്പർ ഓർഡർ അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ടീഷൻ നടത്തി അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യും. Then infected linen should be washed separately. വീണ്ടും ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ത് ചെയ്യുന്നു, പ്രത്യേകം വാഷ് ചെയ്യും. അതൊക്കെ ആദ്യം പറഞ്ഞത് തന്നെയാ വീണ്ടും പറഞ്ഞേക്കുന്നത്. ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് വാഷ് ചെയ്യുന്നത്. ഇത് മറ്റുള്ള തുണികളുടെ കൂട്ടത്തിൽ വാഷ് ചെയ്യൂല. അടുത്ത് നോക്കിയേ, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. പ്രസ് ചെയ്യാന്ന് വെച്ചാൽ മടക്കുക. ഇനി അയൺ ചെയ്തിട്ട് എല്ലാം വാരി വലിച്ചിടുകയാണ് നമ്മൾ ചെയ്യണേ. അയൺ ചെയ്യുമ്പോ നിങ്ങൾ അയൺ ചെയ്തിട്ട് എന്നാ ചെയ്യുന്നത്? അയൺ ചെയ്തിട്ട് ഓരോന്ന് ഫോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഫോൾഡ് ചെയ്ത് വെക്കും. പ്രസ്സിംഗ് എന്ന് വെച്ചാൽ വെക്കുക, അതായത് അമർത്തുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഓരോന്ന് ഇപ്പൊ പില്ലോ കവർ അല്ലെങ്കിൽ ഈ ലാബ് കോട്ടാണ് 10 കോട്ട് ഉണ്ടെങ്കിൽ 10 ചിന്നിച്ചിതറിയിടല്ലോ. ഓരോന്നിന്റെ മുകളിൽ ഓരോന്ന്. അതാണ് പ്രസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ മേലെയായിട്ട് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നോക്കി പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്, അവിടെ മടക്കുകയും ചെയ്യുക. ആൻഡ് folding, the pressed and folded clean linen should be stored in a dry place on a rack. അപ്പൊ അങ്ങനെ നമ്മൾ അലക്കി അയൺ ചെയ്ത് മടക്കി വെച്ചേക്കുന്ന ആ തുണിത്തരങ്ങള് ലിനൻ എന്ത് ചെയ്യുന്നു, ആ നമ്മുടെ ലോണ്ടറി സർവീസ് ആ ഡിപ്പാർട്ട്മെന്റില് അവിടെ തന്നെ റാക്കില് ഡ്രൈ ആയിട്ടുള്ളത്. പിന്നെ ഈർപ്പം ഇതൊന്നും നനവൊന്നും പാടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഡ്രൈ പ്ലേസ് ഓൺ റാക്ക്. ആ റാക്കില് ഡ്രൈ ആയിട്ടിരിക്കുന്ന റാക്കില് അത് വെക്കും. ഓക്കെ, അതായത് അലമാരിയില് ഷെൽഫ്സില് അത് സ്റ്റോർ ചെയ്ത് വെക്കും. Clean linen should be shifted, transported on the clean trolley to various areas. എന്നിട്ട് അവിടെ നിന്നാണ് പല ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. CSSD-ലൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ ക്ലീൻ റാക്കിൽ വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ചെയ്ത്, അതായത് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് ക്ലീൻ റാക്കില് വെച്ചേക്കുവാണ്. അതെന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ ഓരോ സ്ഥലത്തേക്കും ഷിഫ്റ്റ് ചെയ്യണ്ടേ. അത് എങ്ങനെയാണ്? ക്ലീൻ ട്രോളി തല ചുമന്നുകൊണ്ടാൻ പറ്റും. ഇത്രയും തുണിയൊക്കെ പറ്റുമോ നമുക്ക്? കൈ പിടിച്ചോ തല ചുമന്നുകൊണ്ടൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടെല്ലാം അതിന് വേണ്ടി പ്രത്യേകം ട്രോളികളുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ട്രോളികളില് ഓരോ സ്ഥലത്തേക്ക് വേരിയസ് ഏരിയാസിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ട്രാൻസ്പോർട്ട് ചെയ്യും. Clean linen should be shifted, transported on a clean trolley to various area. ക്ലീൻ ആയിട്ടുള്ള ട്രോളിയിലേക്ക് അത് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? 4 പോയിന്റ്. ഓക്കെ, ഇനി അത് തന്നെ ആ പിക്ചർ ഒന്ന് നോക്കി. അവിടെ
കണ്ടോ, പ്രോസസിങ് ഓഫ് സോയിൽ ഡ്രില്ലിംഗ്. അവിടെ സോർട്ടിംഗ് എന്നുള്ളടത്ത് നമ്പർ ഇട്ട് വെച്ചോ കേട്ടോ. ഒന്നാമത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോർട്ടിങ്ങിലാണ്. നമ്മൾ സോർട്ട് ചെയ്യുക, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് വേർതിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, സോർട്ടിങ്. അടുത്ത എന്ത് ചെയ്യുന്നു, ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. അതിനെ കഴുകുന്നു, ഡിസിൻഫെക്റ്റിംഗ് ആ ഒരു ബ്ലീച്ചിൽ മുക്കി വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, വാഷിംഗ്. അതിനുശേഷം എക്സ്ട്രാക്ട് ചെയ്യുന്നു, വേർതിരിക്കുന്നു. എന്നിട്ട് അതിനെ കണ്ടീഷനിങ്, സ്റ്റിഫായിട്ട് ഇരിക്കാനായിട്ട് കണ്ടീഷനിങ് ചെയ്യുന്നു. എന്നിട്ട് അത് അയൺ ചെയ്യുന്നു. പിന്നെ പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതും ആ ഒരു ഓർഡർ ഒന്ന് നോക്കി വെച്ചോട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യണ അങ്ങനെ തന്നെയാണ്. നമ്മള് എളുപ്പമൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ കുറെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞേക്കണത്. എന്നാലും അതൊന്ന് ആ ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതൊന്ന് ആ ഫ്ലോ ചാർട്ടും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, commonly used equipment in a typical laundry. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആ ലോണ്ടറി ലിനൻ സർവീസ് അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ അവര് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ മെഷീൻസ് ആണ് നോക്കി. വാഷിംഗ് മെഷീൻ, അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വേണ്ടേ? വാഷിംഗ് മെഷീൻ. ഹാൻഡ് അയൺ ചെയ്യാനായിട്ട് ഹാൻഡ് അയൺ. ഡ്രയർ, ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രയർ ഉപയോഗിക്കും. അടുത്ത് നോക്കിയ ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, അത് വിതരണം ചെയ്യാനായിട്ട് ട്രോളി ഉപയോഗിക്കും. നെക്സ്റ്റ് ആണ് എയർ കംപ്രസർ. അത് എയർ ഇതാക്കാൻ വേണ്ടിയിട്ട് എയർ കംപ്രസർ. പിന്നെ അടുത്ത സ്വിങ് മെഷീൻ എന്ന് വെച്ചാൽ, സ്വിങ് എന്ന് വെച്ചാൽ തുന്നാനായിട്ട് അല്ലെങ്കിൽ തയ്ക്കാനായിട്ട്. നമ്മൾ കീറിയതൊക്കെ അങ്ങനെ തന്നെ കഴുകി മടക്കി കൊടുക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ഇതുപോലെ ഡാമേജ് ആയതുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റും. അല്ലെങ്കിൽ കീറിയതൊക്കെ ആണെങ്കിൽ അത് അവർ തയ്ക്കും. തയ്ച്ച സ്റ്റിച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് അതൊക്കെ അലക്കി സ്റ്റിച്ചൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് തയ്ച്ചിട്ടാണ് പിന്നെ അത് കൊടുക്കുള്ളൂ. കീറിയത് അപ്പാടെ കഴുകി അങ്ങനെ തന്നെ കൊടുക്കൂല. ആണ് സീയിങ് മെഷീൻ വേണം. എക്സെട്ര ആർ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ലോണ്ടറി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ലോണ്ടറിയിൽ ഉപയോഗിക്കുന്നത്? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്വിങ് മെഷീൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കി, soiled or contaminated laundry handling is very vital for the safety and the well-being of the patients. അവിടെ പേഷ്യൻസ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ആണോ നോക്കി, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ച അവിടെ പേഷ്യൻസ്, PATIENTS, patients and staff. Patients or staff. Soiled or contaminated laundry handling is very vital for the safety and well-being of patients and staff. Ando soiled or contaminated laundry, soiled ആയിട്ടുള്ള, മലിനമായിട്ടുള്ള, contaminated ആയിട്ടുള്ള laundry, ആ തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമല്ലേ? അല്ലേ? അപ്പൊ അതെന്താ? ഈസ് വെരി വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമായതാണ്. ഫോർ ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെയും അവിടുത്തെ സ്റ്റാഫുകളുടെയും ക്ഷേമത്തിനും ഒരു സേഫ്റ്റിക്കും സുരക്ഷിതത്തിനും വളരെയധികം സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രോപ്പർ ആയിട്ട് ഈ തുണിത്തരങ്ങൾ സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്റ്റാഫിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും എന്താ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ? വീണ്ടും അവർക്ക് എന്താ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള സോയിൽഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി കൈകാര്യം ചെയ്തത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. വളരെയധികം പ്രധാനമുണ്ട് നമ്മുടെ എന്തിനാ? ആ പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും സേഫ്റ്റിക്കും ക്ഷേമത്തിനും.
അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. ഓക്കെ, linen that comes in contact with the workers or individual can become contaminated with the injurious microorganisms and body fluids. എന്താ linen that come in contact workers or individuals can become. അപ്പൊ നമ്മൾ അത് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് അവരുടെ അടുത്ത് നിന്ന് ശേഖരിക്കുന്ന കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളെ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന കളക്ട് ചെയ്യുന്നത് ലിനൻ ഇതൊക്കെ എന്താണ് അത് കണ്ടാമിനേറ്റഡ് ആണ് അല്ലെ, ബിക്കം കണ്ടാമിനേറ്റഡ് വിത്ത് ഇഞ്ചുറീസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ അതിനകത്ത് കണ്ടാമിനേറ്റഡ് ആണ്, മലിനമാണ്, അല്ലെങ്കിൽ അതിൽ വളരെയധികം ഇഞ്ചുറീസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. ദെൻ അതുകൊണ്ടാണ് നമ്മൾ അത് എന്താ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. Personal protective equipment must be worn when the infection is handled. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. Personal protective equipment PPE must be worn when the infection is handled. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ധരിക്കണം? PPE ധരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം. All infected linen must be washed separately into the two other items. പിന്നെയും പറയണ്ട അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എങ്ങനെ വാഷ് ചെയ്യണം? മറ്റതിന്റെ കൂട്ടത്തിൽ ഒന്ന് വിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം, മറ്റുള്ള ഐറ്റത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് വാഷ് ചെയ്യാനായിട്ട്. All infected linen must be washed separately. എങ്ങനെ വാഷ് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. എന്തിൽ നിന്ന്? ടു അതർ ഐറ്റംസ്, മറ്റുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മറ്റുള്ള തുണിത്തരങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യാനായിട്ട്, വാഷ് ചെയ്യാനൊക്കെ ആയിട്ട്. ക്ലിയർ ആയോ? അത് അത്രയും നമ്മളെന്താ ഇത് ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ അത് എന്താണ് നമ്മൾ സോയിൽ കണ്ടാമിനേറ്റഡ് ആണ്, അങ്ങനെയുള്ള തുണിത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യാതെ അളക്കാനൊക്കെ എടുക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും എന്താ പറയാ അത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. അപ്പൊ നമ്മൾ എന്ത് ധരിക്കണം എന്നാ പറഞ്ഞേക്കണം അവിടെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സ്പാൻഡഡ് ഫോം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള PPE ധരിക്കണം. അതുപോലെ തന്നെ ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻ ഉള്ള ലിനൻ എങ്ങനെ വേണം വാഷ് ചെയ്യാൻ? വാഷ്ഡ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റംസ്, മറ്റുള്ള ഐറ്റത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് കുഞ്ഞു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് ക്ലാസ് നടത്തും. എളുപ്പമുള്ളതാണ് ഇത്, അതുകൊണ്ടാണ് കേട്ടോ നല്ല എളുപ്പമുള്ള ചാപ്റ്റർ. ഇനി നോക്കിയേ, ഇനി നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞേക്കണം. അതായത് ഇതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ അത്രയും ഫോഴ്സ് ചെയ്ത് അപ്പുറം പറഞ്ഞത്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ തുണികളെ നമ്മൾ ജനറൽ പർപ്പസ് ഇതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റ് ലിനൻ വാർഡിൽ നിന്ന് കളക്ട് ചെയ്ത് അങ്ങനെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ജനറൽ പർപ്പസ് ഉണ്ട്, പേഷ്യന്റിന്റെ വാർഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്. എങ്ങനെയാണ് നമ്മൾ ഈ അലക്കാനായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളില്ലേ, അത് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നത്? ഒരുമിച്ച് ഇതല്ല, നമ്മൾ അത് അലക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലോണ്ടറി കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്. പലതരത്തിലുള്ള ലോണ്ടറി അലക്കാനായിട്ട് നമ്മൾ തുണികൾ കളക്ട് ചെയ്യൂലേ, അത് എങ്ങനെയാണ്? അപ്പൊ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ അന്നേരം എങ്ങനെ തിരിക്കണേ? അവിടെ തുണികളെ നമ്മൾ യൂസ്ഡ് ലിനൻ ഉണ്ടോ, ഉപയോഗിച്ച തുണികൾ ഒരൈറ്റം ഉണ്ടോ, എങ്ങനെയാണ് അവര് സെപ്പറേറ്റ് ചെയ്യുന്നത്? യൂസ്ഡ് ലിനൻ. മറ്റത് നമ്മൾ ഹോസ്പിറ്റലിലെ ലിനനെ ആട്ടോ നമ്മൾ പറഞ്ഞത്. ഇതെങ്ങനെയാ? നമ്മളത് അലക്കാനൊക്കെ ആയിട്ട് നമ്മൾ ലോണ്ടറി കളക്ട് ചെയ്യുമ്പോൾ പല തരത്തിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതായത് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങള്,
അടുത്ത് നോക്കി സോയിൽഡ് ലിനൻ, മലിനമായിട്ടുള്ള തുണിത്തരങ്ങള്. ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങള്. തിയേറ്റർ ലിനൻ, തിയേറ്ററില് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന തുണിത്തരങ്ങള്. ഏതൊക്കെയാ? അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ നോക്കിയേ. അത് നമ്മൾ പറയുമ്പോ കിട്ടും കേട്ടോ, ക്ലിയർ ആവും. ഏതൊക്കെയാണ്? യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. കിട്ടിയോ? യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. ക്ലിയർ അല്ലേ? യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ, ഉപയോഗിച്ച തുണികള് യൂസ്ഡ് ലിനൻ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ചെയിൻഡ്. അപ്പൊ എന്താ? ഇത് പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള തുണികളാണ്, അല്ലെങ്കിൽ സ്റ്റാഫ് ഉപയോഗിച്ചിട്ടുള്ള തുണികളാണ്. ബട്ട് എന്നാൽ ഈസ് നോട്ട് അപ്പാരന്റ്ലി ചെയിൻഡ്, അത് പ്രത്യക്ഷത്തിൽ മലിനമല്ല. അതായത് നമ്മൾ നേരെ കണ്ണും കൊണ്ട് നോക്കുമ്പോഴേ അതിൽ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ ഒന്നും നേരെ കാണാൻ പറ്റൂല. മനസ്സിലായോ അതെന്താണെന്ന് പറയുന്നേ? നമ്മൾ ഉപയോഗിച്ചതാണ്. ഇപ്പൊ നമ്മൾ ഇട്ട ഒരു ഡ്രസ്സ് അത് മുഷിഞ്ഞതാണ്. അപ്പൊ അത് നമ്മൾ നേരെ നോക്കുമ്പോ അതിൽ കറയോ അല്ലെങ്കിൽ അഴുക്കോ വേറെ എന്തെങ്കിലും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ അത് ഇട്ടതാണ്, ഉപയോഗിച്ചതാണ്. അതാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. അവിടെ എന്താ? നമ്മുടെ പ്രത്യക്ഷത്തിൽ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് മലിനമല്ല, പക്ഷെ അത് ഉപയോഗിച്ചതാണ്. ക്ലിയർ ആയോ യൂസ്ഡ് ലിനൻ എന്താണെന്നുള്ളത്? അത് രോഗി പരിചരണത്തിൽ അല്ലെങ്കിൽ പേഷ്യൻസ് ഉപയോഗിച്ച അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഉപയോഗിച്ചതാണ്. പക്ഷെ നോക്കുമ്പോൾ നേരെ അത് ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ഒന്നും നേരെ പ്രത്യക്ഷത്തിൽ അത് കാണാനില്ല. ഈ അപ്പാരന്റ്ലി ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? അത് പ്രത്യക്ഷത്തില് മലിനമല്ല. അത് നമ്മളത് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ അത് മലിനമല്ല. അടുത്ത നോക്കി, സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻ എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മലിനമായ തുണിത്തരങ്ങൾ. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ്. അപ്പൊ ഇതെന്താ? ഈ തരത്തിലുള്ള തുണികൾ എന്താ? കണ്ടാമിനേറ്റഡ് ആണ്, മലിനമാണ്. or taint as they come in contact with the blood, body fluids, secretions or excretions or other items. കണ്ടോ? ഇതെന്താ പറഞ്ഞേക്കുന്നത്? This type of linen has been contaminated. ഈ തരത്തിലുള്ള ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ് ആണ്. This type of linen has been contaminated. എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ആണ്, മലിനമാണ്. or taint, അല്ലെങ്കിൽ എന്താണ്? മലിനമാണ്. as they come in contact with എന്താണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, സെക്രീഷൻ ഓർ എക്സ്ക്രീഷൻ ഓർ അതർ ഐറ്റംസ്. അപ്പൊ നേരെ നോക്കുമ്പോൾ എന്തെങ്കിലും ബ്ലഡ് പറ്റിയിട്ടുണ്ടാക്കാം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ്, എന്തെങ്കിലും യൂറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മള് എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അതിനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ് അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. മനസ്സിലായോ? നേരെ നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. കണ്ടാമിനേറ്റഡ് ആണെന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. This type of linen has come in contact with the blood, body fluid, secretion or excretion or other items. കിട്ടിയോ? ഇനി മൂന്നാമത്തതാണ് ഇൻഫെക്റ്റഡ് ലിനൻ. എന്താണ് ഇൻഫെക്റ്റഡ് ലിനൻ? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്റ്റഡ് ലിനൻ ഇൻഫെക്ഷൻ ഉള്ളത്. This type of linen can be used or soiled linen, but from the patient with a known or suspected infection. Infected linen എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് ഇല്ലേ? നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കുന്നതോ അല്ലെങ്കിൽ ശരിക്കും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളതോ അങ്ങനെയുള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡിസീസുകൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്കറിയാം അത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്, ആ പേഷ്യന്റ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, അങ്ങനെയുള്ള ആളുകളിൽ നിന്നും കണക്ട് ചെയ്യുന്നതാണ് ഏത്? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങൾ,
ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റത്തെയാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. തിയേറ്റർ ലിനൻ എന്താ? തിയേറ്ററിൽ നിന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് തിയേറ്റർ ലിനൻ. കണ്ടോ? അപ്പൊ അങ്ങനെ 4 രീതിയിലാണ് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. അത് കളക്ട് ചെയ്യുന്ന ലോണ്ട്രീനെ നമ്മൾ തിരിക്കുന്നതിന് ഉപയോഗിച്ച തുണിത്തരങ്ങള്, മലിനമായിട്ടുള്ള തുണികള്, ഇൻഫെക്ഷൻ ഉള്ള തുണികള്, തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്ത തുണിത്തരങ്ങൾ. ക്ലിയർ ആവുന്നില്ലേ? യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസ് ഒരു പ്രാവശ്യം അവര് ഉപയോഗിച്ചതാണ്, പക്ഷെ നമ്മൾ നേരെ നോക്കുമ്പോൾ അതിനകത്ത് വേറെ അഴുക്കുകളോ ബ്ലഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ എക്സ്ക്രീഷനോ ബോഡി ഫ്ലൂയിഡ്സോ ഒന്നുമില്ല. അതാണ്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താണ്? അത് കണ്ടാമിനേറ്റഡ് ആണ്. അതായത് നമ്മൾ കോണ്ടാക്ട് വിത്ത് ബ്ലഡ് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, സെക്രീഷൻ, എക്സ്ക്രീഷൻ അതൊക്കെ അതിന്റെയൊക്കെ പ്രസൻസ് ഉണ്ടാവും ആ തുണിയില്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാളില്ലേ, ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ലിനൻ തുണികള്. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ആ ക്ലാസിഫിക്കേഷനും നോട്ട് ചെയ്തോ കേട്ടോ, അത് ഏതിൽ വരുന്നാന്ന് ചോദിക്കാം അതിനകത്ത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങള്. ഈ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇപ്പൊ 2 മിനിറ്റ് അല്ലേ ഉള്ളൂ, പുതിയതിനെ തുടങ്ങുന്നില്ല. അപ്പൊ ഇന്ന് പഠിപ്പിച്ച അത്രയൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ഇനി അടുത്ത ചാപ്റ്ററും എളുപ്പമുള്ളതാണ് കേട്ടോ. ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ നമുക്ക്, അത് എളുപ്പമുള്ളതാണ്. ലാസ്റ്റ് ആദ്യം ഇച്ചിരി ടഫ് പഠിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഇച്ചിരി സ്മൂത്ത് ആയിട്ടുള്ളത് എടുക്കാന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചതാ. എളുപ്പമുള്ളതല്ലേ, അവസാനം നിങ്ങൾ പറയില്ലേ ബുദ്ധിമുട്ടാണ്. ഇത് എളുപ്പമല്ലേ, പെട്ടെന്ന് തീരുന്ന ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അധികം ചാപ്റ്റർ ഒന്നുമില്ല, നമ്മുടെ പോർഷൻസ് ഒക്കെ തീരാറായിട്ടുണ്ട്. ഓരോരുത്തരെയൊക്കെ കുറച്ചൊക്കെ ആയിട്ട് തീർന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമിന്റെ കാര്യമൊന്നും ചോദിക്കണ്ട കേട്ടോ, അതൊന്നും വന്നിട്ടില്ല. എനിക്ക് പോർഷൻസ് ഉണ്ട്, 1-2 ചാപ്റ്റേഴ്സ് പിന്നെ ഇല്ല എല്ലാവർക്കും ഇനി തീരാനായിട്ട്. 4th മൊഡ്യൂളിലെ ലാസ്റ്റ് 4th മൊഡ്യൂളിൽ എല്ലാവരും നിൽക്കണേ, സമയമുണ്ട്. നിങ്ങളുടെ മുന്നത്തെ ബാച്ചിന്റെ എക്സാം ഒന്നും ആയിട്ടില്ല, അവരുടെ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. 2 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മൺഡേ കാണാം.